സവാരി ഗിരിഗിരിയിൽ നാലാമത്തെ ചോദ്യം. കരളേ കരളിന്റെ കരളേ, ആ ഗാനമല്ലേ? ഈ ഗാനം ആലപിച്ചത് ആരാണ്? എ അഫ്സൽ, ബി വിധു പ്രതാപ്, സി വിനീത് ശ്രീനിവാസൻ. സംശയമില്ലാത്ത സി വിനീത് ശ്രീനിവാസൻ. ശ്രീനിവാസനുമായിട്ട് എങ്ങനെയാണ്? ശ്രീനേട്ടനായിട്ട് ഞാൻ മൂവീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു കണക്ഷനാണ്. എന്താ സെൻസ് എപ്പോഴും അങ്ങനെ വിളിയും ബഹളം അങ്ങനെയൊന്നുമില്ല. എന്നാലും വർക്ക് ചെയ്ത് ഞങ്ങൾ ഒരു 3-4 പടം ചെയ്തിട്ടുണ്ട്. ഈ ഹിന്ദി സിനിമയിൽ എന്തായിരുന്നു നേരത്തെ പറഞ്ഞല്ലോ? എന്തോ ഹിന്ദി പ്രിയൻ ചേട്ടൻ്റെ 4 ഹിന്ദി മൂവീസ് ചെയ്തു. മാലാമാൽ വീക്കിലി, കമാൽ ദമാൽ മാലാമാൽ, രംഗ് റേസ്. ഹിന്ദിയൊക്കെ പഠിച്ചോ? അനാമിക വെബ് സീരീസ് ആയിരുന്നു ഹിന്ദിയിൽ. ഹിന്ദി അറിയാം, തട്ടിമുട്ടി പറഞ്ഞ് രക്ഷപ്പെടും. ഹിന്ദി അങ്ങനെ ഒരു ഫ്ലുവൻ്റ് അല്ല, പക്ഷെ ഹിന്ദി നമ്മൾ വായിക്കാനും നമ്മള് സെക്കൻഡ് ലാംഗ്വേജ് ഒക്കെ ഹിന്ദി ആയിരുന്നു. അല്ല എന്റെ ആയിരുന്നു, പക്ഷെ ഒരു അക്ഷരം പോലും അറിഞ്ഞൂടാ. ഹിന്ദി പാട്ടൊക്കെ കാണാൻ എഴുതി പാടും. ഇത്രയും ഈസിയസ്റ്റ് ലാംഗ്വേജ് വേറെ ഇല്ല എന്നാണ് പറയുന്നത്. ഹിന്ദി ഭയങ്കര ഈസിയാണ്. പിന്നെ നമ്മൾ സംസാരിച്ചത് അതിനെ എങ്ങനെ സ്വായത്തമാക്കണം ലാംഗ്വേജ്. സോ സി വിനീത് ശ്രീനിവാസ്, നമുക്ക് സംശയമില്ല, ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. 4 ചോദ്യങ്ങളും തീർന്നിരിക്കുകയാണ്. ഇനി ലാസ്റ്റ് സെഗ്മെന്റിൽ കടക്കുകയാണ്. രാജമാണിക്യം. കേറട്ടെ. രാജമാണിക്യം. ഈ ചോദ്യത്തിന് ഓപ്ഷൻസ് ഇല്ല, 10 സെക്കൻഡ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, തുടങ്ങട്ടെ. ഈ സിനിമ തമിഴിലേക്ക് റീമേക്ക് ചെയ്തപ്പോൾ മോഹൻലാലിന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ച നടൻ ആരാണ്? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 10 9 8 7 6 5 4. പൃഥ്വിരാജ്. ഡയറക്ടർ തമിഴിലെ വെള്ളിത്തിര എന്നാണ് ആ സിനിമയുടെ പേര്. വിജി ഡയറക്ട് ചെയ്തത്. ശരിയാണോ? ശരിയാണ്, 100% ശരിയാണ്. 100%? പിന്നെ 1% വിട്ടുകൊടുത്തു? ഇല്ല. വെള്ളിത്തിര എന്താ പറയല്ലേ? സോന ആരാ? എന്താണ് സോന ആരാ? സോന ആരാ? സോന പുലിയാണ്. Congratulations, you won 20,000 rupees. Thank you. Good. ഇപ്പോഴും ആരോ ശല്യപ്പെടുത്തുന്ന ഇപ്പൊ ഒട്ടുമേ ശല്യപ്പെടുത്തുന്നില്ല. ഇല്ല. കാരണം ഭയങ്കര സന്തോഷമാണ്. കാരണം ഇങ്ങനെ ഒരു ഞാൻ കറക്കെ കുത്തിയാണെങ്കിലും ഫുൾ ആൻസർ ചെയ്തു. ഞാൻ എങ്ങനെയോ ചെയ്തു. ചേട്ടന്റെ നല്ല കുറച്ച് പാട്ടുകൾ കേട്ടു. ചേട്ടനോട് ഡുവൈറ്റ് പാടാൻ പറ്റില്ല. അതൊന്നുമില്ല. എന്നാ പറയൂ, ആരാണ്? ഈ സിനിമയുടെ പേരെന്താണ്? ഉദയനാണ് താരം. അപ്പൊ ആരാ ഒരു ശല്യമായിട്ട് ചെയ്യുന്ന, ഒരു എപ്പോഴും ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കുന്ന ഒരാളാരാ? ഉദയനാണ് താരം. ഈ സിനിമയുടെ പേരെന്താണെന്ന് ചോദിച്ചു. ഉദയനാണ് താരം. ഇപ്പൊ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഉദയനാണോ ഉദ്ദേശിച്ചത്? വെറുതെ ഞാനൊരു താങ്ങിയതാ. ഉദയനാണ് താരം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഉദ്ദേശിച്ചു ആദ്യം, എൻ്റെ ഹസ്ബൻഡിന്റെ പേരാണല്ലോ ഉദയൻ, അങ്ങനൊരു പടം തന്നെ എനിക്ക് കിട്ടിയല്ലോ എന്ന് പറയുന്നു. ഇന്നലെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴെനിക്ക് മനസ്സിലായി അത് പറയുന്നില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, ആരോ ഒരു കുഴപ്പം ചെയ്യുന്നുണ്ടല്ലോ, ആരോ ഒരു പ്രശ്നം ചെയ്യുന്നുണ്ടല്ലോ, ആരോ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യമൊക്കെ സീരിയസ് ആയിട്ട് എടുത്തു. ഞാൻ അറിയാതെ ഡിസ്റ്റർബ് ചെയ്യുന്ന, അതും ഈ ചേട്ടന്റെ ചെവിയിലോ എങ്ങനെ എത്തി? അങ്ങനെ ഒരു സാധനമേ ഇല്ല. എന്നെ ആരെങ്കിലും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ ഈ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലും അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ആ ഒരു ഉണ്ടല്ലേ? ആരും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. എന്തോ മഹാഭാഗ്യം. അങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് ഞാൻ ഉദ്ദേശിച്ചതാണ്. ഉദയൻ അമ്പാടി ഡിസ്റ്റർബൻസേ അല്ല, സത്യമായിട്ട് പറയാണ്. പുള്ളി ഒരു ഭയങ്കര ബാക്ക് ബോണാണ് എനിക്ക് സത്യം പറഞ്ഞാൽ. പുള്ളി ഉദയനമ്പാടി ഹസ്ബൻഡ് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു നിമിഷം ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നതും. ഇത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നേരം ഇരുന്നത്. എന്തായാലും സന്തോഷം. ഉദയൻ ആണ് താരം. ചേട്ടന് ഭയങ്കര സന്തോഷമാവും ഇതൊക്കെ കാണുമ്പോഴൊക്കെ. അയ്യോ പാവം.
ഉദയൻ തന്നെയാണ് താരം. സോ താങ്ക് യു സോ മച്ച് ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ പറയാം നേടാം. വന്നതിലും ഇത്രയും കുറച്ച് സമയം നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷം. താങ്ക് യു ചേട്ടാ അതിനൊക്കെ വിളിച്ചതിനും. ഒരുപാട് എപ്പിസോഡ്സ് ഞാൻ കാണാറുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നു എന്ന് ഞാൻ കള്ളം പറയുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. വളരെ രസകരമായിട്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ ഓഫ് കോഴ്സ് ചേട്ടൻ ഇരിക്കുമ്പോൾ ഞാൻ ഇത്രയും നേരം ഈ ഒരു 2 ദിവസം ഇങ്ങനെ അടുത്തിരുന്നിട്ട് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ തീർന്നു പോയി, ക്വസ്റ്റ്യൻസും തീർന്നു പോയി. പണത്തിൻ്റെ ആർത്തി കൊണ്ടല്ല കേട്ടോ ഈ ക്വസ്റ്റ്യൻസ് തീർന്നു പോയത്. കാരണം ഇന്ന് ഇടയ്ക്ക് വരുന്ന മണ്ടത്തരമായ കുസൃതി ചോദ്യങ്ങളും ഒക്കെ രസമാണ്. ചേട്ടൻ്റെ ഈ പറഞ്ഞ മാതിരി പ്രസൻറ്റേഷൻ, മീൻസ് ഗസ്റ്റുകളെ എങ്ങനെ മെരുക്കി കൊണ്ടുപോയി, അത് പാട്ടും രസകരമായിട്ടുള്ള കാര്യങ്ങൾ നല്ല രസമുണ്ട്.